ശ്രീ എൻ ശ്രീകുമാർ, നോക്കൂ, ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് 1.5 വർഷമേ ഉള്ളൂ. കോൺഗ്രസിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? 2 തവണയായി ഭരണം ഇടതു മുന്നണിക്കാണ്. 3ാമത്തെ തവണ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇത്തവണ കൂടി ഭരണം നഷ്ടപ്പെട്ടാലുള്ള അവസ്ഥ എന്ന് പറയുന്നത് കേരളത്തിലെ UDF-നും കോൺഗ്രസിനും ആലോചിക്കാൻ പോലും പറ്റുന്നതല്ല. എന്ന് മാത്രമല്ല, അത് പലതരത്തിലുള്ള പ്രത്യാഘാതങ്ങൾക്ക് ഇട നൽകും. കേരളത്തിൽ 3ാമതൊരു ശക്തി ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിൽ കൂടി. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാർട്ടിയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ അഖിൽ വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ചാണ്ടി ഉമ്മനെ പോലെയുള്ള നേതാക്കൾക്ക് പരസ്യമായി രംഗത്ത് വന്ന് പറയേണ്ടി വരുന്നു. ഒരു വലിയ വിഭാഗം നേതാക്കളുടെ പ്രതിനിധിയായിട്ടാണ് ചാണ്ടി അത് പറയുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ചാണ്ടി ഉമ്മനെ സംബന്ധിച്ച് ചാണ്ടിക്ക് ഒരു പ്രിവിലേജ് ഉണ്ട്. ചാണ്ടിക്ക് തുറന്ന് പറയാം, ചാണ്ടി ഉമ്മനെ നാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കൊന്നുമില്ല. പക്ഷേ മറ്റു നേതാക്കളെ സംബന്ധിച്ച് അങ്ങനെയല്ല. വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരും. എന്തായാലും ചാണ്ടി ഉമ്മൻചാണ്ടിയുടെ ലെഗസി ഉള്ളിടത്തോളം കാലം ചാണ്ടി ഉമ്മനെ പുറത്താക്കാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹം ആ പ്രിവിലേജ് വെച്ച് തുറന്നു പറയുന്നതെന്ന് മാത്രമേ ഞാൻ ചാണ്ടി ഉമ്മന്റെ കാര്യത്തിൽ കാണുന്നുള്ളൂ. ഇവിടെ കണ്ണൂരിൽ നോക്കൂ, MP-യുടെ വീട്ടിലേക്ക് കോൺഗ്രസ്സുകാർ മാർച്ച് നടത്തുകയാണ്. അവിടുത്തെ കമ്മിറ്റികൾ പിരിച്ചുവിടുകയാണ്, രാജിവെച്ചൊഴിയാണ്. MP-യുടെ വീട്ടിൽ കയറി തല്ലുമെന്ന് കോൺഗ്രസ്സുകാർ മുദ്രാവാക്യം വിളിക്കുകയാണ്. എന്തൊരു പാർട്ടി എന്നുള്ള നിലയിൽ നാട്ടുകാർക്ക് തോന്നുന്ന വിധത്തിൽ നമ്മളിത് 2000-ന്റെ ഒക്കെ ആദ്യ പകുതിയിൽ കണ്ടത് മാതിരിയുള്ള അവസ്ഥയിലേക്ക് പോവുകയാണോ കോൺഗ്രസ്? നോക്കൂ അഭിലാഷേ, കണ്ണൂരിലെ കാര്യമേ, അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ തെരുവിലിറങ്ങി രാഘവേട്ടൻ്റെ കോലമൊക്കെ കത്തിച്ചു, മുദ്രാവാക്യം വിളിച്ചു. എനിക്ക് തോന്നുന്നത് അവർക്കതൊരു പ്രചോദനം കിട്ടിയത് എനിക്ക് തോന്നുന്നത് മാർക്സിസ്റ്റ് പ്രവർത്തകർക്ക് തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിച്ച ഞങ്ങൾക്കെന്താ എന്നൊരു തോന്നൽ വന്നിട്ട് അങ്ങനെ ആയിരിക്കാം. കാരണം അതൊന്നും കോൺഗ്രസ്സിൽ പതിവില്ല. സ്വന്തം MP-യുടെ കോലം കത്തിക്കുന്ന പതിവൊന്നുമില്ല. അതൊക്കെ തെറ്റായ പ്രവൃത്തി തന്നെയാണ്. അതിൽ കോൺഗ്രസ്സുകാരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ജോലിയില്ല കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ MP-യുടെ കോലം കത്തിച്ചു എന്നൊന്നും പറഞ്ഞാൽ യാതൊരു അർത്ഥമില്ല. കാരണം പരാതി കൊടുത്തിട്ടുണ്ടാവും, പരാതി പരിഹൃതമായിട്ടില്ലെങ്കിൽ അതിന് വേറെ മാർഗ്ഗങ്ങളൊക്കെ കോൺഗ്രസ്സിലുണ്ട്. കാരണം കോൺഗ്രസ്സിൽ ഒരുപാട് നേതാക്കൾ കണ്ണൂരിലുണ്ടല്ലോ. ഒരാൾ മാത്രമല്ലല്ലോ അവിടെ പരാതി, മറ്റേ ഒരു DCC മാത്രമല്ലല്ലോ പരാതി. KPCC കൊടുക്കാം, അച്ചടക്ക സമിതിക്ക് കൊടുക്കാം, സോണിയാഗാന്ധിക്ക് കൊടുക്കാം, ആർക്ക് വേണേൽ കൊടുക്കാമല്ലോ. ഇനി അതൊക്കെ കഴിഞ്ഞ് പോട്ടെ. ഇവർക്ക് ഈ ഒരു രാഘവേട്ടൻ ഇന്ന് വ്യക്തമായിട്ട് പത്രസമ്മേളനം നടത്തിയ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, കൂടുതലായിട്ട് കടക്കുന്നില്ല. പക്ഷേ അഭിലാഷ് ചോദിച്ചൊരു കാര്യമുണ്ട്. അതായത് 1.5 വർഷത്തിന് ശേഷം തിരഞ്ഞെടുപ്പാണല്ലോ. ശരിയാണ്. അഭിലാഷ് മറന്നുപോയൊരു കാര്യമുണ്ട്. ഇന്ന് തിരഞ്ഞെടുപ്പ് നടന്നു, അത് ഓർത്തില്ലേ? തദ്ദേശ തിരഞ്ഞെടുപ്പ് ഇന്നായിരുന്നു. ഇവിടെ നമ്മുടെ അഖിലൊക്കെ പറഞ്ഞല്ലോ പാവപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരുടെ കാര്യം. ആ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരു MP പഞ്ചായത്ത് മെമ്പർ ആവാനുള്ള അവസരമാണ് ഇന്നത്തെ ദിവസം. ഇന്നത്തെ ദിവസം ഈ കോൺഗ്രസിൻ്റെ നേതാക്കൾക്കിടയിലെ ഈ സങ്കടം പറച്ചിൽ പുറത്തു വന്നാൽ അത് ഗുണമാണോ ദോഷമാണോ എന്ന് ചോദിച്ചാൽ ആ വാർഡിലത്തെ അവരുടെ പ്രവർത്തനത്തെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. അല്ലാണ്ട് അതുകൊണ്ട് കോൺഗ്രസിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ ചാണ്ടി ഉമ്മൻ്റെ കാര്യം, ചാണ്ടി ഉമ്മൻ പറഞ്ഞ കാര്യം യാഥാർത്ഥ്യമാണ്, സത്യമാണ്. കാരണം ചാണ്ടി ഉമ്മൻ അവിടെ ചുമതല കൊടുത്തിട്ടില്ല. എന്താണ് ചുമതല കൊടുക്കാതിരുന്നത് എന്ന് ചോദിച്ചാൽ VD സതീശൻ പറഞ്ഞു അത് KPCC പ്രസിഡന്റിനോട് ചോദിക്കണം. KPCC പ്രസിഡന്റ് നാളെ മറുപടി പറയട്ടെ. പക്ഷേ ഈ നേതാക്കൾ, ഞാൻ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം ഉൾക്കൊണ്ട് പ്രശ്നം ചാണ്ടി ഉമ്മന് ചുമതല കിട്ടിയില്ല എന്നുള്ളത് മാത്രമല്ല, അത് അദ്ദേഹം അവസാനം പറയുന്ന ഒരു കാര്യമാണ്. ചാണ്ടി ഉമ്മൻ ഊന്നുന്ന ഒരു വിഷയമുണ്ട്. എൻ്റെ പിതാവിൻ്റെ കൂടെയും ആദരണീയനായ ലീഡർ K കരുണാകരൻ സാറിൻ്റെ കൂടെയും ഒക്കെ നിന്നിരുന്ന വലിയൊരു വിഭാഗം നേതാക്കളെ അക്കോമഡേറ്റ് ചെയ്യുന്നില്ല. ചിലർ മാത്രമാണ് പരിഗണിക്കപ്പെടുന്നത്, ചില ആളുകളെ ഒഴിവാക്കുകയാണ്. എല്ലാവരെയും പരിഗണിക്കണം. ഇതാണ് ചാണ്ടി ഉമ്മനെ സംബന്ധിച്ച് ചാണ്ടി ഉമ്മൻ ഉന്നയിച്ച കാതലായ വിഷയം. അതിനുശേഷം അതിൻ്റെ ടിപ്പണിയായിട്ട് അവസാനം അദ്ദേഹത്തിന് ചുമതല കിട്ടിയില്ല എന്നുള്ള കാര്യം പറഞ്ഞതേ ഉള്ളൂ. അല്ല, ഞാനത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ചാണ്ടി ഉമ്മൻ്റെ അഭിപ്രായമുള്ള ഒരുപാട് നേതാക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. കാരണം ഇന്ന് ഞാൻ ചാണ്ടി ഉമ്മനെ അല്ല കേട്ടോ കുറിച്ചല്ല പറയുന്നത്, തെറ്റിദ്ധരിക്കരുത്. ഇന്നൊരു അഭിപ്രായം പറയുന്ന നേതാവ് നാളെ വേറൊരു ഗ്രൂപ്പിലാണ് കാണുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ. അതായത് അനൗപചാരിക ചർച്ച ഇന്ന് കോൺഗ്രസ്സിലില്ല അഭിലാഷേ. അത് വേണം. ഇനി ഔപചാരിക ചർച്ചയല്ല, അനൗപചാരിക ചർച്ചകൾ എന്നൊരു സംഗതി കോൺഗ്രസിൻ്റെ കീഴടക്കമാണ്. എന്ന് വെച്ചാൽ ഒരു നേതാവും മറ്റൊരു നേതാവുമായിട്ടൊരു അനൗപചാരിക ചർച്ച നടത്തും. എന്താ കാര്യങ്ങൾ വേണ്ടേ, അത് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ നേതാക്കളുടെ പ്രസ്താവന കാണുമ്പം ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം ഇങ്ങനെ ഒരുപാട് നേതാക്കൾ അവരുടെ സങ്കടം പറച്ചിൽ, ഞാൻ ഈ സങ്കടം പറച്ചെന്ന് പറയാൻ കാരണം രൂക്ഷമായ അഭിപ്രായ വ്യത്യാസമോ പൊട്ടിത്തെറിയൊന്നും അല്ല ഇപ്പം നടക്കുന്നത്. അവരുടേതായ ഒരു വ്യക്തിപരമായ അവരുടെ അഭിപ്രായങ്ങൾ അത് കുറച്ച് വിഷമത്തോടുകൂടി വികാരത്തോടുകൂടി പറയുമ്പോൾ അത് ഒരു അനുഭവമായിട്ട് കണക്കാക്കിക്കൊണ്ട് നേതാക്കൾക്ക് നാളെ പ്രവർത്തിക്കാൻ സാധിക്കും. ഇപ്പം നിങ്ങളിവിടെ പറഞ്ഞ കാര്യങ്ങൾ ഞാനിതൊക്കെ തുറന്നു പറഞ്ഞ് എനിക്ക് വിരോധമൊന്നുമില്ല. കാരണം ഞാൻ ആത്യന്തികമായിട്ട് ഞാനൊരു പത്രപ്രവർത്തകനാണ്. അപ്പോൾ കോൺഗ്രസ്സിൽ ഇന്നുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഈ അനൗപചാരിക ചർച്ചയുടെ കുറവ് കോൺഗ്രസ്സിലുണ്ട്. അതിപ്പോൾ രാഷ്ട്രീയകാര്യ സമിതി ചേർന്നുകൊണ്ടോ KPCC എക്സിക്യൂട്ടീവ് ചേർന്നുകൊണ്ടോ പരിഹരിക്കാൻ പറ്റില്ല. രാഷ്ട്രീയകാര്യ സമിതി ചേരുമ്പോൾ അവിടെ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുക. നേരെ മറിച്ച് പഴയ കാലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വിഷയം വരുമ്പോഴേ അക്കാലത്തെ നേതാക്കളെ അനൗപചാരികമായിട്ടൊരു ചർച്ചയുണ്ട്.
ആ അനൗപചാരിക ചർച്ചയിലാണ് മിക്ക സങ്കടങ്ങളും മഞ്ഞുരുകലും ഒക്കെ നടക്കുന്നത്. അത് ഇന്ന് അത് മാത്രമാണോ? അതിന്റെ കാരണം എനിക്കറിയില്ല, നേതാക്കൾ ചിന്തിക്കട്ടെ. ഇവിടെ ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചൊരു ട്രസ്റ്റ് ഇഷ്യൂ. പണ്ടും കോൺഗ്രസിൽ ഗ്രൂപ്പുണ്ട്, പരസ്യമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, വിഴുപ്പലക്കലുണ്ട്, പോർവിളികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും നേതാക്കൾക്കിടയിൽ അടിസ്ഥാനപരമായി ട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതും നഷ്ടപ്പെട്ടു എന്നുള്ള സാഹചര്യമുണ്ട്. ഇപ്പോൾ പാലക്കാട് വളരെ പ്രസ്റ്റീജിയസ് ആയ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ നടക്കുമ്പോൾ ഓക്കെ, ഇപ്പൊ കൂടെ ഇല്ലാത്തവരെയും ഓരോ ചുമതല കൊടുത്തോ അല്ലാതെയോ ഒക്കെ എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാം, എല്ലാവരെയും വിശ്വസിച്ച് കൂടെ നിർത്താം എന്നൊരു സമീപനം മിസ്സായി പോയോ? അല്ല, അത് പാലക്കാട്ടെ കാര്യം, ഈ ചുമതല കൊടുക്കാത്തതിൻ്റെ കാര്യം എനിക്കറിയില്ല. കാരണം അത് നമ്മൾക്കറിയാത്ത വിഷയം പറയുന്നില്ല. പക്ഷേ പാലക്കാട്ട് കോൺഗ്രസ് KPCCയും പ്രതിപക്ഷ നേതാവും അതുപോലെ UDF നേതൃത്വവും ഒക്കെ തീരുമാനിച്ച പ്രകാരമാണ് അവിടെ അജണ്ട നിശ്ചയിക്കപ്പെട്ടത്. ആ അജണ്ട മാറ്റിമറിക്കാൻ CPM പലവട്ടം ശ്രമിച്ചിട്ടും അതെന്തായാലും അത് അവിടെ തട്ടിമറിക്കപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവിടെ അഭിലാഷം കൃത്യമായിട്ട് ആലോചിക്കും, നിങ്ങളവിടെ ഉണ്ടായിരുന്നാണല്ലോ. അവിടെ VD സതീശൻ വിരുദ്ധതയാണ് മന്ത്രി രാജേഷും CPM നേതാക്കളും കൊണ്ടുവന്നത്. അതവിടെ വിലപ്പോയില്ല. അതാണ് എൻ്റെ കാര്യം. ഇവിടെ ശ്രീ അഖിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, യൂത്ത് കോൺഗ്രസ്സുകാർക്കിടയിൽ എല്ലാ കാലത്തും ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ എല്ലാ യൂത്ത് കോൺഗ്രസ്സുകാർക്കും ഒരേപോലെ വളരാൻ ഇപ്പോഴത്തെ അവസരത്തിൽ പറ്റുന്നില്ല. 1970-കളിലെ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നൊരു സമ്മർദ്ദ ഗ്രൂപ്പായിരുന്നു. ഇത് 2000-ലൊക്കെ ആകുമ്പോൾ യൂത്ത് കോൺഗ്രസ് സമ്മർദ്ദ ഗ്രൂപ്പല്ല. യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് ഒപ്പമുള്ള അവരുടെ അനുയായികളായി മാറുന്നൊരവസ്ഥയാണ്. അത് യൂത്ത് കോൺഗ്രസ്സാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലാണ്ട് നേതാക്കളല്ല. പഴയ കാലത്തൊരു സമ്മർദ്ദ ഗ്രൂപ്പ്, ഒരു പ്രഷർ ഗ്രൂപ്പായിരുന്നു യൂത്ത് കോൺഗ്രസ് 70-കളിൽ. അന്ന് CK ഗോവിന്ദൻ നായരൊക്കെ KPCC പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ AK ആന്റണി, ഉമ്മൻചാണ്ടി, ഷൺമുഖദാസും ഒക്കെ എങ്ങനെയാണ് കടന്നു വന്നത്, കൊട്ടറയൊക്കെ. ആ കാലമല്ലിന്ന്. അപ്പോൾ കാലം മാറുമ്പോൾ അത് നമ്മൾ വായിക്കണം. ഇന്നത്തെ KPCC പ്രസിഡന്റ് മാത്രമാണ് പ്രായത്തിൽ കുറച്ച് കൂടുതലുള്ളത്. നേരെ മറിച്ച് VD സതീശനായാലും ചെന്നിത്തലയായാലും മറ്റു ആരായാലും ഒരു തലമുറ മാറ്റത്തിൻ്റെ ആൾക്കാരാണ്. ആ തലമുറ മാറ്റത്തിൽ വന്നവർ ഏതാണ്ട് യൂത്ത് കോൺഗ്രസ് ശൈലിയിലാണെന്ന് കാര്യങ്ങൾ നടത്തുന്നത്. അപ്പോൾ അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരേ നിലയിലുള്ള നേതാക്കൾ വരുമ്പോൾ ഈ അനൗപചാരികത അവിടെ ഉണ്ടാവുന്നില്ലെന്നുള്ളതാണ്. ഇന്നിപ്പോൾ K മുരളീധരൻ പറഞ്ഞു കോൺഗ്രസിൻ്റെ യോഗങ്ങൾ ചേരണമെന്ന്. യോഗങ്ങൾ ചേരുമ്പോൾ ഔദ്യോഗികമായ ചർച്ചകളെ നടക്കുന്നുള്ളൂ. അവിടെ മുരളീധരൻ്റെയോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുമ്മൻ്റെയോ അല്ലെങ്കിൽ VD സതീശൻ്റെയോ വ്യക്തിപരമായ ഒരു കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. അങ്ങനെ ചർച്ച ചെയ്യാനാണ് അനൗപചാരിക ചർച്ച എന്ന് ഞാൻ പറയുന്നത്. അത് കോൺഗ്രസ്സിൽ ഉണ്ടായിരുന്നു. അത് AK ആന്റണിയുടെ കാലത്ത് വളരെ ഭംഗിയായി നടന്നിരുന്നു. അത് പിന്നീട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നടന്നിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ അനൗപചാരിക ചർച്ചയ്ക്ക് തുടക്കമിടാൻ ഇവർക്കൊരു മടിയുണ്ടെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ അപ്പോൾ പരസ്യമായി പറയുന്നത് എന്താണ്? നേരിട്ട് വിളിച്ച് പറഞ്ഞാൽ ഒരു ഫോണിൽ വിളിച്ച് പറയാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ആ കാര്യം ഫോണിൽ പറയുന്നില്ല അവർ. അപ്പോൾ ഫോണിൽ പറയേണ്ട കാര്യം ചാനലുകൾക്ക് മുമ്പിൽ നിന്ന് പറയുമ്പോൾ പിന്നെ അത് പരസ്യമാവുകയാണ്. ഇന്നിപ്പോൾ നിങ്ങൾ VD സതീശനോട് ചോദിച്ച് എന്താണ് അഭിപ്രായം, സതീശൻ എന്താ പറഞ്ഞത്? അത് KPCC പ്രസിഡന്റിനോട് ചോദിക്കണം. ചാണ്ടിയുമ്മൻ എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഏക നേതാവാണ്, യാ സംശയമില്ല. അദ്ദേഹത്തിന് വിഷമമുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടേണ്ടതാണ്. അത് പരിഹരിക്കപ്പെടാനുള്ള മാർഗമാണ് ഞാൻ പറഞ്ഞത് അനൗപചാരിക ചർച്ച. ഫോണിൽ വിളിച്ചിട്ട് ഒന്ന് സംസാരിച്ചാൽ തീരാവുന്ന കാര്യമുള്ളൂ.